ومن يبع عاجل همه بعاجله يبله الغبن فيه بيع وفي سلام. ومن يبع عاجلا منه, ഒരാളുടെ ആഖിറത്തെ ആരെങ്കിലും വിറ്റാൽ, ബി ആജിലിഹി, ദുനിയാവിന് പകരമായിട്ട്, അഥവാ അവന്റെ ആഖിറത്തെ വിറ്റുകൊണ്ട് അവൻ ദുനിയാവിന്റെ സുഖങ്ങളെ വാങ്ങി. ഈ ദുനിയാവിൽ ഏറി വന്ന ഒരു 100 വർഷമാണ്, അതിൽ തന്നെ ആഫിയത്തോടു കൂടെ ജീവിക്കാൻ കഴിയുന്നത് അതിൻ്റെയും താഴെയാണ്. ആ ഒരു ജീവിതം ആർത്തുല്ലസിച്ച് അത് നഷ്ടപ്പെടുത്തി അതിന് പകരം കൊടുത്തത് എന്താണ്? ആഖിറമാണ്. കാരണം ഈ സമയത്തൊക്കെ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കേണ്ട സമയമായിരുന്നു. അതൊന്നും ചെയ്യാതെ അവൻ ആഹ്ലാദിച്ചു മതിമറന്ന് ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവൻ ആഖിറത്തെ വിറ്റ് ദുനിയാവിനെ വാങ്ങിയവനാണ്. യബില്ലഹുൽ ഗബ്നു, അവന്റെ നഷ്ടം അവന് പ്രകടമായി അനുഭവപ്പെടും. ഫി ബൈഇൻ വഫി സലമി, എവിടെ വന്ന നഷ്ടമാണ്? കച്ചവടത്തിലും അതുപോലെ തന്നെ മുൻകൂർ ഇടപാടിലും അവന് ഏറ്റ നഷ്ടം അവന് വ്യക്തമായി ബോധ്യപ്പെടും. അപ്പൊ ഈ രൂപത്തിൽ വില കൂടിയ ആഖിറത്ത് വിറ്റ് വില കുറഞ്ഞ, ഖുർആൻ എവിടെയും പ്രയോഗിച്ചത് സമനം ഖലീല എന്നാണ്. ബഖറയിൽ തന്നെ 3 സ്ഥലത്ത് കാണാം സമനം ഖലീല, വില കുറഞ്ഞത്. ആ വില കുറഞ്ഞത് ദുനിയാവാണ്. അപ്പൊ വില കൂടിയ ആഖിറത്ത് വിറ്റ് ഈ വില കുറഞ്ഞ ദുനിയാവിനെ വാങ്ങുന്നവൻ, അതിപ്പോ നമ്മുടെ സാഹചര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിലിപ്പോ ഒരു സ്ഥലക്കച്ചവടം അല്ലെങ്കിൽ വാഹന കച്ചവടം, ഇതൊക്കെ ചെയ്യുന്നവര് നഷ്ടത്തിനാണ് വിറ്റതെങ്കിൽ അയാളെ പറ്റി നമ്മൾ പറയാ എന്താ? അന്ധല്ല എന്നാ പറയാ. എന്നതുപോലെ തന്നെയാണ് ഇവിടെയും. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് വിലയില്ലാത്തൊരു സാധനമാണ്. ആഖിറം വിലപിടിപ്പുള്ള സാധനമാണ്. കാരണം അവിടെ അറ്റല്ലാത്ത ജീവിതമാണ്. അങ്ങനെയുള്ള വിലപിടിപ്പുള്ളൊരു സാധനത്തെ കൊടുത്തിട്ട് വിലയില്ലാത്തൊരു സാധനം വാങ്ങുന്നത് നഷ്ടം തന്നെയാണ്. ആ നഷ്ടം അവന് കൃത്യമായി അനുഭവപ്പെടും എന്ന് മഹാനവറുകൾ പറയാം.